ഹൗ ടു പെയിന്റ് ദിസ് ബ്യൂട്ടിഫുൾ ബ്ലൂബെറി ചീസ് കേക്ക്. കഴിഞ്ഞ ദിവസം ഈ ജേണൽ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ റാൻഡം ആയിട്ട് ഒരു കുട്ടി കമന്റ് ഇട്ടു, ഈ ജേണലിന്റെ കവറിന്റെ കൂടെ ഫസ്റ്റ് പേജും കൂടെ ഒട്ടിച്ച് വെക്കുമായിരുന്നെങ്കിൽ ഒന്നും കൂടി നന്നായേനെന്ന്. എന്ന് പിന്നെ ആ ഒരു കാര്യം ചെയ്തുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. എല്ലാ പ്രാവശ്യം ജേണൽ ഉണ്ടാക്കുന്ന അതേ മൈൻഡോട് കൂടി തന്നെയായിരുന്നു ഇത് ഉണ്ടാക്കിയിരുന്നത്. ഇതിനകത്ത് എന്ത് ഉൾപ്പെടുത്തും, എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും ലാസ്റ്റ് ഞാൻ എത്തിപ്പെടാറുള്ളത് ജങ്ക് ജേണലിംഗ് ചെയ്യാന്നുള്ളതിലാണ്. പക്ഷെ എനിക്ക് ഇതിൽ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് തോന്നുന്നേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു വെറൈറ്റി നോക്കണ്ടേ എന്നുള്ളൊരു രണ്ട് മൈൻഡിൽ നിൽക്കുമ്പോഴാണ് പിൻട്രസ്റ്റിൽ ഞാൻ കുറച്ച് പെയിന്റിങ്സ് കണ്ടത്. റിയലിസ്റ്റിക് ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ പെയിന്റ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ഒരു പ്രാക്ടീസ് ബുക്ക് ആക്കിയാലോ, അതായത് ചുരുക്കി പറഞ്ഞാൽ ഒരു ആർട്ട് ജേണൽ. അപ്പോഴും ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന ഡോംസിന്റെ ഈ ഒരു പെയിന്റ് ഇതിൽ പിടിക്കില്ല എന്നുള്ളതിനെ കുറിച്ച് ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ആ ഒരു ക്യൂരിയോസിറ്റി മാറ്റാൻ വേണ്ടിയിട്ട് ഈ ജേണൽ ഉണ്ടാക്കിയ അന്ന് തന്നെ ഞാനൊരു പെയിന്റിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും ഒരു ഡെസേർട്ട് തന്നെയാണ്. ഞാനത് ലാസ്റ്റ് കാണിക്കാം. അപ്പോൾ ബാക്ക് ടു അവർ ചീസ് കേക്ക്. ഞാനിത് പറഞ്ഞു തരുന്നേക്കാളും കൂടുതൽ നിങ്ങൾക്ക് ഇത് കണ്ടു മനസ്സിലാക്കുന്നതായിരിക്കും ബെറ്റർ. എന്നാലും എനിക്കറിയാവുന്ന കുറച്ച് ബേസിക് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഞാനിപ്പോൾ ഉപയോഗിച്ചിട്ടുള്ളത് വാട്ടർ കളർ ആണ്. വാട്ടർ കളർ യൂസ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ലൈറ്റ് ഷെയ്ഡിൽ സ്റ്റാർട്ട് ചെയ്യുക. അതിലും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എന്ത് കാര്യമാണോ പെയിന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് നമ്മൾ പെൻസിൽ കൊണ്ട് ഔട്ട്ലൈൻ ഇടുന്ന സമയത്ത് ഒരിക്കലും ഡാർക്കർ ആയിട്ട് കൊടുക്കരുത്. ലൈറ്റ് ആയിട്ട് തന്നെ ഔട്ട്ലൈൻ ഇട്ടിട്ട് വേണം നമ്മൾ പെയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ പെയിന്റ് ചെയ്യുന്ന സമയത്ത് എഡ്ജിലൊക്കെ കുറച്ച് ഡാർക്കർ ഷെയ്ഡ് എപ്പോഴും കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അങ്ങനെ ആകുമ്പോൾ കുറച്ചും കൂടെ ഭംഗി, അല്ലെങ്കിൽ നമ്മുടെ ഐറ്റം കുറച്ചും കൂടി ഡിഫൈൻ ചെയ്ത് നിൽക്കും. ഇനി ഞാൻ ആദ്യം ചെയ്ത് പെയിന്റിങ് കാണിച്ചു തരാം. അങ്ങനെ ആദ്യത്തേത് രണ്ടാമത്തെ സക്സസ് ആയ സ്ഥിതിക്ക് നമുക്കതൊരു സീരിയസ് ആയിട്ട് കണ്ടിന്യൂ ചെയ്താൽ എന്താ അഭിപ്രായം ഒന്ന് പറയണേ.